അഗ്നിസാക്ഷി ഭാഗം 30. കോറിഡോറിൽ നിന്ന് ആരോടും സംസാരിക്കുകയായിരുന്നു അനന്തു. കാശിനാഥൻ അവിടേക്ക് വന്നു. അവനെ കണ്ടതും അനന്തു കോൾ കട്ട് ചെയ്തു. എന്താ കാശി, പാറുറങ്ങിയോ? അവളുടെ കണ്ടീഷൻ കുറിച്ചൊക്കെ ആയാൽ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും 2-3 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ? അത് കരൾ മാറ്റി വെച്ചാൽ പാറുവിൻ്റെ അസുഖം പൂർണ്ണമായി മാറുമെന്നത് ഉറപ്പല്ലേ? അതെ, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ മറ്റൊന്നാൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോണറെ കിട്ടിയാൽ ഉടനെ ഓപ്പറേഷൻ നടത്താം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അനന്ത് പറഞ്ഞു തന്നാൽ മതി. അത് ആരോഗ്യവാനായ ഒരാളായിരിക്കണം ഡോണർ. ഷുഗർ, പ്രഷർ തുടങ്ങി മറ്റൊരു രോഗങ്ങളും ഉണ്ടായിരിക്കാൻ പാടില്ല. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയിരിക്കണമെന്നേ ഉള്ളൂ. പാറുവിൻ്റെ O നെഗറ്റീവ് ആയതുകൊണ്ടാണ് പ്രശ്നം. ആ ഗ്രൂപ്പ് ബ്ലഡ് തന്നെ കിട്ടാൻ കുറച്ച് പ്രയാസമല്ലേ? കാശി ആശങ്കയോടെ നെഞ്ചിൽ തടവി. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അവൻ പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നടന്നു. അനന്തു നിസ്സംഗതിയോടെ അവനെ നോക്കി നിന്നു. ഹോസ്പിറ്റലിന് പുറത്തെത്തിയതും കാശിനാഥൻ തൻ്റെ ഫോണെടുത്തു. തനിക്കറിയാവുന്ന സാമൂഹിക സംഘടനകളെയും വ്യക്തികളെയും വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. കൂടാതെ പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കുവാനും അവൻ ഏർപ്പാട് ചെയ്തു. പിന്നെ തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു. അകത്ത് ചെന്നപ്പോൾ പാറു നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ അവളുടെ അരികിൽ ചെന്നു. അവളുടെ നെറുകിൽ തലോടി. ഈ സമയം വീണയും ജിത്തുവും അവിടേക്ക് വന്നു. കാശി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ജിത്തു പറഞ്ഞു. ശരി, ജിതൻ പറഞ്ഞ് പുറത്തേക്ക് നടന്നു. കാശീട്ടിനെ ഇവിടെ കിടന്നോളും, ഞാൻ താഴെ കിടന്നോളാം, വീണ പറഞ്ഞു. അത് വേണ്ട, താൻ കട്ടിലേക്ക് കിടന്നോളൂ, ഞാൻ പുറത്തുണ്ടാക്കും. അത് വേണ്ട, വെറുതെ എന്തിനാ പുറത്തിരുന്ന് കൊതുകടി ഉള്ളെന്ന്. കാശീട്ടിനെ ഇവിടെ കിടന്നോളൂ, അതും പറഞ്ഞ് വീണ ഒരു ഷീറ്റ് നിലത്ത് പിടിച്ച് കിടന്നു. കാശി രണ്ടുപേരെയും ഒന്ന് നോക്കി, പിന്നെ പുറത്തേക്ക് നടന്നു. കുറച്ചു സമയം വരാന്തയിലെ കസേരയിൽ ഇരുന്ന ശേഷം അവൻ അകത്ത് വന്ന് കിടന്നു. പാറുവിന് മരുന്ന് കൊടുക്കുമ്പോഴാണ് യശോദയും അമ്മണിയമ്മയും മുറിയിലേക്ക് വന്നത്. പാറുവിനെ കണ്ടതും യശോദ പൊട്ടിക്കരഞ്ഞു. എന്നാലും മോളെ, ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. കാര്യം അറിയാതെ നിന്നെ ഞാനും കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോൾ അമ്മയോട് ക്ഷമിക്കണം, യശോദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മേ ഇത്? എനിക്കറിയില്ല അമ്മേ, എനിക്ക് ഒരു വിഷമവുമില്ല. അമ്മയോട് ഒരു ദേഷ്യം എനിക്കില്ല, പാറു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യശോദേ, ഞാൻ വരുമ്പോൾ എന്താ പറഞ്ഞത്? വെറുതെ കരഞ്ഞ് ആ കൊച്ചിനെ കൂടി സങ്കടപ്പെടുത്തരുതെന്നല്ലേ? നീ കണ്ണു തുടക്കി, എന്നിട്ട് നല്ലതെന്തെങ്കിലും പറ അവളോട്, അമ്മണിയമ്മ പറഞ്ഞു. യശോദ കണ്ണുകൾ തുടച്ചു. നിങ്ങൾ രണ്ടാളും മാത്രമേ വന്നുള്ളൂ? ഇല്ല, ജിതനും അമ്മാവനും അമ്മായും ഉണ്ട്. എന്നിട്ട് അവരൊക്കെ എവിടെ? ജിതൻ ആരെയോ കണ്ട് അവിടെ സംസാരിച്ച് നിൽക്കുക. അമ്മാവനും അമ്മായും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യാൻ ബ്ലഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുക. ഇപ്പോൾ വരും, യശോദ പറഞ്ഞു. അപ്പോഴേക്കും വാതിൽ തുറന്ന് മൂവരും അകത്തേക്ക് വന്നു. ഇതാ വന്നല്ലോ അവരെല്ലാവരും. ലാബിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം ബ്ലഡ് കൊടുത്തിങ്ങ് പോന്നു, സഹദേവൻ പറഞ്ഞു. പിന്നെ പാറുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? ആശ്വാസം തോന്നുന്നുണ്ടോ? സഹദേവൻ ചോദിച്ചു. ഇപ്പം കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട് അമ്മവ. മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചു. ജിതന്നെ ലീവാണോ? അല്ല, പോണം, ഇവിടെ ഒന്ന് കാശിയും കൂടി പോകാമെന്ന് കരുതി, ജിതൻ പറഞ്ഞു. അപ്പോഴേക്കും കാശി വേഷം മാറി യൂണിഫോമും ഇട്ട് അവിടേക്ക് വന്നു. എല്ലാവരും എത്തിയല്ലോ. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? സഹദേവൻ ചോദിച്ചു. കാശിയുടെ പോകുന്നില്ലെന്ന് പറഞ്ഞതാ ഞാനാ നിർബന്ധിച്ചത്. എന്തിനാ വെറുതെ ലീവ് എടുത്ത് ഇവിടെ എനിക്ക് കാവലിരിക്കുന്നത്? എനിക്ക് കൂട്ടായിട്ട് മീനെ ആൻറ്റിയുണ്ട്, പിന്നെ അനന്തയുടെ ഇടയ്ക്കിടയ്ക്ക് വരും. കാശിയുടെ ഡ്യൂട്ടിക്ക് പോയിക്കോട്ടെ, പാറ പറഞ്ഞു. കാശി എല്ലാവരെയും നോക്കി. വൈകിട്ട് കുറച്ച് നേരത്തെ വരാൻ നോക്കാം. ഉണ്ണിക്കുട്ടനെ കൂടെ കൂട്ടനെ രക്ഷിയിട്ട, എനിക്ക് അവനെ കാണണം, പാർവതി പറഞ്ഞു. അവൻ ഞങ്ങളുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പണം വെച്ചതാ, പരീക്ഷയായോണ്ടാ സ്കൂളിൽ വിട്ടത്, യശോദ പറഞ്ഞു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അത് പറഞ്ഞ് തിരിഞ്ഞതും വാതിൽ തുറന്ന് സുലോചന അകത്തേക്ക് വന്നു. അവളുടെ പിന്നാലെ രുക്കുവും.
അവളെ കണ്ടതും ജിതൻ്റെ ചങ്കൊന്ന് പിടഞ്ഞു. നിറം മങ്ങിയ ഒരു സാരി ചുറ്റി യാതൊരു അലങ്കാരവുമില്ലാതെ വിഷാദം തളം കെട്ടിയ മുഖവുമായി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ വിഷമത്തോടെ തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് അവനെ കണ്ടതും അവളും ഒന്ന് പകച്ചു. നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കും അവൾ വേഗം തിരിഞ്ഞ് കണ്ണുകൾ തുടച്ചു. അല്ല, ഇതാരാ സുലോചനയെ? കണ്ടിട്ട് എത്ര നാളായി? യശോദ അവളുടെ അരികിലേക്ക് ചെന്നു. സുലോചനയും ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. പഴയ അഹങ്കാരമൊന്നും ഇപ്പോൾ മുഖത്തില്ല. കണ്ണുകളൊക്കെ കഴിഞ്ഞ് കരുവാളിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ചെക്കപ്പിന് വന്നതാ. അപ്പോഴാണ് രോഹിണിയടുത്തെ കണ്ടത്. അറിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. സുലോചന പറഞ്ഞുകൊണ്ട് പാർവതിയുടെ അരികിലേക്ക് വന്നു. മോൾക്ക് മനസ്സിലായ എന്നെ? മാധവേൻ്റെ പെങ്ങളാ സുലോചന. അത് രുക്കു സുലോചനയുടെ മോളാണ്, യശോദ പറഞ്ഞു. കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. പാറു രുക്കുവിനെ നോക്കി. അവൾ ഇടയ്ക്കിടെ ജിതനെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. രുക്കു ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പാർവതി ചോദിച്ചു. എന്ത് ചെയ്യാനാ, എപ്പോഴും മുറിയടച്ച് ഇരിപ്പ് തന്നെ. ആ ദുഷ്ടനിൽ നിന്ന് ഡൈവോഴ്സ് കിട്ടിയത് ഭാഗ്യം തന്നെ. പക്ഷേ അവൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഓർമ്മകളൊന്നും അവളെ വിട്ട് പോകുന്നില്ല. കണ്ടില്ല കോലം തന്നെ. എല്ലാം എൻ്റെ തെറ്റാണ്. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ എൻ്റെ ഇഷ്ടത്തിന് ഇവളുടെ വിവാഹം നടത്തി. കല്യാണം കഴിഞ്ഞാൽ അവൻ നന്നാവുമെന്ന് കരുതി. പക്ഷെ എൻ്റെ മോളുടെ ജീവിതം തകരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതും പറഞ്ഞ് സുലോചന പൊട്ടിക്കരഞ്ഞു. പോട്ടെ സീലു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നടക്കാനുള്ളതൊക്കെ നടന്നു. അവൾ ജീവനോട് കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. യശോദ അവളെ സമാധാനിപ്പിച്ചു. അതെ, അത് തന്നെ ഒരു ആശ്വാസം. അല്ല, പാർവതിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. അവൻ വീട്ടിൽ വന്ന് കാട്ടുകൂട്ടിയതിന് മോള് കണക്കിന് കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു. അന്നേ മോളെ വന്ന് ഒന്ന് കാണണമെന്ന് കരുതിയതാ. മോള് ചെയ്തത് നന്നായി, സന്തോഷമായി എനിക്ക്, സുലോചന പറഞ്ഞു. പാറു ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണണം. ശരി, ഒരിക്കൽ വീട്ടിലേക്ക് വരണം, പാർവതി പറഞ്ഞു. മോള് ഡിസ്ചാർജായാൽ ഞാൻ വരട്ടെ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവിധം പുറത്തേക്ക് ഇറങ്ങി നടന്നു. വാതിൽ കടക്കവേ റുക്കു തിരിഞ്ഞ് ജിതനെ നോക്കുന്നത് പാർവതി കണ്ടു. ഇരുവരുടെയും കണ്ണുകളിൽ വല്ലാത്തൊരു നഷ്ടബോധം തെളിയുന്നത് അവൾ തിരിച്ചറിഞ്ഞു. തുടരും.